ഭാഗം 15. കല്യാണ സാരി എടുക്കാൻ ഷോപ്പിലായിരുന്നു അല്ലിയും കുടുംബവും. മോൾക്ക് ഇഷ്ടമുള്ള സാരി എടുക്കട്ടോ, മാലതി അല്ലിയോട് പറഞ്ഞു. ആദ്യമോ വരില്ലേ? നന്ദിനി ചോദിച്ചു. ഇല്ല നന്ദിനി, ഞാൻ ചോദിച്ചപ്പോൾ ഇന്ന് മിനിസ്റ്റർ വരുന്ന തിരക്കുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ അവന് ഇഷ്ടമാവും. IPS അല്ലേ, കല്യാണ സാരി എടുക്കുന്നത് വരുന്നതൊക്കെ കുറച്ചിലാവും അവന്. അല്ലെങ്കിൽ തന്നെ ചെറുക്കം വന്നിട്ട് കാര്യമൊന്നുമില്ല അല്ലേ? അതും ശരിയാ. മോൻ്റെ അസുഖമൊക്കെ മാറിയല്ലോ അല്ലേ? അസുഖമോ? മാലതി നെറ്റി ചൊടിച്ചു. ആദ്യം മോന് പനിയായിരുന്നില്ലേ? അത് അതൊക്കെ എപ്പോഴേ മാറി. മാലതി ഒന്ന് വിക്കിപ്പോയി. ആദ്യക്ക് പനി വന്നതൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല. അവരെന്നല്ല, തറവാട്ടിൽ അച്ചമ്മ ഒഴിച്ച് ആരും അറിഞ്ഞില്ല. അഞ്ജലിക്ക് കാര്യം മനസ്സിലായി. ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ, നന്ദിനി ചേച്ചി എങ്ങനെ അറിഞ്ഞു? അവർ ചോദിച്ചു. അല്ലിയാ പറഞ്ഞത്, അല്ലി പോയിരുന്നു മോനെ കാണാൻ. അത് കേട്ടതും മാലതിയുടെ മുഖമൊന്ന് ചൊളിഞ്ഞു. അഞ്ജലി അത് കണ്ട് ഗൂഢമായി സന്തോഷിച്ചു. മാലതി നാട്ടിലില്ലായിരുന്ന സമയത്ത് അച്ഛമ്മയും പോയ ശേഷം തറവാട് കൈകാര്യം ചെയ്തിരുന്നത് ഇളയ മരുമകൾ എന്ന നിലയിൽ അഞ്ജലി ആയിരുന്നു. പക്ഷെ ഇപ്പോൾ മാലതി വന്ന അധികാരങ്ങളൊക്കെ പതുക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയത് അഞ്ജലിക്ക് ഒരു ഇഷ്ടക്കേടാണ്. മാലതി അവിടെ നിന്ന് പോകണമെന്നാണ് അവളുടെ ആഗ്രഹവും. ഇത്രയും കാലം ഇല്ലാതിരുന്ന ആരും ഇനിയും വേണ്ടെന്നാണ് അഞ്ജലിയുടെ മനസ്സിൽ. അല്ലിയോട് മാലതിയുടെ മനസ്സിൽ ഇഷ്ടക്കേടുണ്ടാക്കണമെന്ന് അവർ ഉറപ്പിച്ചു. സംസാരിച്ചിട്ട് മതിയാക്കിയിട്ട് സാരി നോക്കിയാലോ? മാലതി പറഞ്ഞു. അങ്ങനെ എല്ലാവരും കല്യാണ സാരി നോക്കാൻ തുടങ്ങി. മാലതിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് കടും ചുവപ്പ് നിറത്തിലുള്ള സാരികൾ എടുത്തു വയ്ക്കാൻ തുടങ്ങിയതും അല്ലി മടുത്തുപോയി. അവളുടെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞെങ്കിലും മാലതി അവരുടെ ഇഷ്ടത്തിന് കടും ചുവപ്പ് മാത്രമാണ് എടുപ്പിച്ചത്. പെട്ടെന്ന് അവിടെ ഇരുന്ന ഒരു ബോട്ടിൽ ഗ്രീനും ഗോൾഡും ഉള്ള ഒരു സാരി അല്ലിയുടെ കണ്ണിൽ പെട്ടു. അത് അവൾക്ക് നല്ല ഇഷ്ടമായി. അതെടുത്ത് നോക്കിയതും മാലതിയുടെ മുഖം മങ്ങി. ഇതൊക്കെ കല്യാണ സാരി ആയിട്ടെടുക്കാൻ പറ്റില്ല മോളെ, അവർ പറഞ്ഞു. അല്ലിയുടെ മുഖവും മങ്ങി. അത് സാരില്ല ആൻറ്റി, എനിക്ക് എന്തായാലും ഇഷ്ടമായി, ഇതൊന്ന് കൊടുത്തു നോക്കട്ടെ. അല്ലി അവരോട് ആ സാരി കൊടുത്ത് കാണിക്കാൻ പറഞ്ഞു. അവർ അല്ലിയെ സാരി ഉടുപ്പിച്ചു. അവൾ അതൊടുത്ത് കണ്ണാടിയിൽ നോക്കി. പെട്ടെന്ന് പുറകെ നിൽക്കുന്ന ആളെ കണ്ടതും അലി ഞെട്ടിത്തിരിഞ്ഞു. ആദ്യമായിരുന്നു അത്. അവൾ അവനെ നോക്കിയതും അവൻ സൂപ്പർ എന്ന ആക്ഷൻ കാണിച്ചു. അങ്ങനെ അവൻ ആദ്യമായിട്ട് പറഞ്ഞതുകൊണ്ടാണോ എന്തോ അലിയുടെ മുഖാകെ ചുവന്നുപോയി. എല്ലാവരും അവൻ വന്നതിൽ സന്തോഷിച്ചു. അലി വേഗം സാരി ചേഞ്ച് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്താ വന്നത്, തിരക്കാണെന്ന് പറഞ്ഞിട്ട്? അവൾ ചോദിച്ചു. മഹേഷ് പറഞ്ഞു, വിവാഹം ഒരിക്കലും ഉണ്ടാവും, ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ട സമയമാണെന്ന്. പിന്നെ പെണ്ണുങ്ങൾ ഇതൊക്കെ ഓർത്തു വെച്ച് കാലങ്ങളോളം സമാധാനം തരില്ലെന്ന് അത് ചിരിയോടെ പറഞ്ഞു. അല്ലിയുടെ മുഖം മങ്ങിപ്പോയി. ഇഷ്ടമില്ലാണ്ട് വരണ്ടായിരുന്നു, ഞാനങ്ങനെ പരാതി ഒന്നും പറയില്ല. അല്ലിയുടെ വാടി മുഖം കണ്ട് ആദ്യമല്ലാതായി. അത് പിന്നെ അവൻ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഹൃദയെ കാണാൻ തോന്നി. ഇവരുടെ നിർബന്ധത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചിലട്ടേണ്ടി വന്നാലോ എന്ന് ഓർത്തപ്പോൾ എക്സ്ക്യൂസ് ഉണ്ടാക്കി ഇറങ്ങി. ആദ്യം പറഞ്ഞത് കേട്ട് അലി അത്ഭുതത്തോടെ അവനെ നോക്കി. എത്ര നന്നായിട്ടാണ് അവൻ അവരെയൊക്കെ മനസ്സിലാക്കിയത് എന്ന് അവൾക്ക് തോന്നി. അരമണിക്കൂറിനുള്ളിൽ തിരികെ പോകണം, അപ്പോഴേക്കും കഴിയില്ലേ? അവൻ ചോദിച്ചു. ആദ്യമായിട്ട് വന്നില്ലായിരുന്നെങ്കിൽ ആൻറ്റി എന്നെ കൊണ്ട് റെഡ് സാരി അടിപ്പിച്ചേനെ. എനിക്ക് ആ കളർ ഇഷ്ടമല്ല. ഇത് നന്നായിട്ടുണ്ടോ? അലി ചോദിച്ചു. കൊള്ളാം, പക്ഷേ ഞാൻ നോക്കട്ടെ ഒരെണ്ണം. അറിയില്ലെന്ന് പറഞ്ഞിട്ട്? സത്യം പറഞ്ഞാൽ അറിയില്ല, പക്ഷേ ഒന്ന് ട്രൈ ചെയ്യാലോ, കൃതിക്ക് വേണ്ടിയല്ലേ. അവൻ സാരികളിലേക്ക് നോക്കി. അവസാനം അവനൊരു സാരി എടുത്തു. ഇതിഷ്ടായോ? അവൻ ചോദിച്ചു. അത് കണ്ടതും അലിയുടെ മുഖം വിടർന്നു. ഇത് മതി കല്യാണ സാരി, അലി ഉറപ്പിച്ചു പറഞ്ഞു. എല്ലാവർക്കും അത് ഇഷ്ടമായി. മാലതിയുടെ മുഖം മാറിയെങ്കിലും ആദ്യം പറഞ്ഞതുകൊണ്ട് അവർ എതിർത്തുമില്ല. അവരോട് യാത്ര പറഞ്ഞ് ആദ്യം ഉടനെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. എന്നാലും ഞങ്ങൾ വിളിച്ചപ്പോൾ വരില്ലെന്ന് പറഞ്ഞ ചെക്കനാണ് മിനിസ്റ്റർ വന്ന മീറ്റിങ്ങിൻ്റെ ഇടയിൽ നിന്ന് വന്നത്. ആദ്യക്ക് അലിയെ നല്ല ഇഷ്ടമാണല്ലേ, അതാണ് അവനില്ലാത്ത സമയം ഉണ്ടാക്കി വന്നത്, അഞ്ജലി പറഞ്ഞു. മാലതിക്ക് അത് കേട്ടപ്പോൾ എന്തോ പോലെ തോന്നി, ഒരു ഇഷ്ടക്കേട്. അല്ലിക്ക് അവൻ തന്നേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നി. പക്ഷേ അതവർ അർഹിക്കുന്നതാണെന്നുള്ള കാര്യം അവർ മനഃപൂർവ്വം മറന്നിരുന്നു. ആദ്യം ഇല്ലാത്ത കാര്യം ഓഫീസിൽ മനസ്സിലാവുന്നതിന് മുൻപ് തന്നെ അവൻ തിരിച്ചങ്ങോട്ട് എത്തിയിരുന്നു. അത് കണ്ട് മഹേഷിന് അത്ഭുതമായി. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ഷോപ്പിംഗ് തന്നെ ആയിരുന്നില്ലേ? അവൻ ചോദിച്ചു.
അല്ല, ഞാനൊക്കെ അവളുടെ കൂടെ പോയാൽ ഒരു ദിവസം പോരാതെ വരും. ഒരു ടോപ്പ് എന്ന് പറഞ്ഞ് എത്ര കടകൾ മാറി ഇറങ്ങാറുണ്ട്. മടുത്തു പോവും. ഇത് കല്യാണ സാരി തന്നെ ആയിരുന്നില്ലേ? അതേടോ, പക്ഷെ കൃതി അയാൾ സാധാരണ പെൺകുട്ടികളെ പോലെയൊന്നും അല്ല. അത് ശരിയായിരിക്കും, സാറും സാധാരണ പോലെ അല്ലല്ലോ, മഹേഷ് പറഞ്ഞു. ഉം. ആദ്യം ഒന്ന് തല കുലുക്കിക്കൊണ്ട് മൂളി. പിന്നില്ലേ, ആ പുതിയ കേസിലെ ആളുകളൊക്കെ വമ്പന്മാരാണല്ലോ സാറേ, നമ്മുടെ കയ്യിൽ നിൽക്കോ? അവന്മാർ കുറച്ച് ഡേഞ്ചറസ് ആണ്, സാർ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ, മഹേഷ് ആദ്യയോട് പറഞ്ഞു. ഇവരൊക്കെ പേടിച്ചാൽ നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമോ മഹേഷേ? നമ്മളെ വിശ്വസിക്കുന്ന സാധാരണ ജനങ്ങളപ്പോൾ എന്തു ചെയ്യും? അല്ല സാർ, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ജയിക്കാൻ എന്ത് വഴിയും സ്വീകരിക്കുന്നവന്മാരാണ്, അതാ. നമുക്കങ്ങനെ പറ്റില്ലല്ലോ മഹേഷേ. നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ. നമ്മൾ പരമാവധി ശ്രമിക്കും. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ നമുക്ക് നോക്കാടോ. താൻ ടെൻഷൻ ആവേണ്ട, ആദ്യം പറഞ്ഞോടെ അകത്തേക്ക് കയറി. മഹേഷ് ആദ്യം പോയ വഴി നോക്കി നിന്നു. അവൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കല്യാണ സാരി എടുത്തിട്ട് ആദ്യയുടെ വീട്ടുകാർ വേഗം പോയിരുന്നു. അല്ലിയൊക്കെ ബാക്കി ഡ്രസ്സുകൾ കൂടി എടുത്ത് രാത്രിയോടെയാണ് തിരിച്ചെത്തിയത്. റൂമിലേക്ക് എത്തിയതും അല്ലി ആദ്യം വിളിച്ചു. ആദ്യയുടെ ഫ്ലാറ്റിലാണോ? അവൾ ചോദിച്ചു. ഇല്ല കൃതി, ഓഫീസിൽ തന്നെയാ. ഇന്ന് മിക്കവാറും ഫ്ലാറ്റിലേക്ക് പോവില്ല. ഞാൻ പറഞ്ഞില്ലേ, പുതിയ കേസ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ തിരിച്ചെത്തിയതേ ഉള്ളൂ. ഫുൾ പർച്ചേസിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അധികം നാളില്ലല്ലോ. ഇങ്ങനെ തിരക്കാണെങ്കിൽ ആദ്യമായിട്ട് എങ്ങനെ ലീവ് എടുക്കും? അവൾ ചോദിച്ചു. അധികം ലീവ് എടുക്കാൻ പറ്റില്ല കൃതി. ഒരു 1 വീക്ക്, അതിൽ കൂടുതൽ നടക്കില്ല. അത് സാരില്ല, അതെങ്കിലും ഉണ്ടല്ലോ. എങ്കിൽ ശരി ആദ്യേട്ടാ, ഞാൻ വച്ചോട്ടെ. ബായ് കൃതി. ഫോൺ വെച്ചതും അല്ലി വേഗം കുടിച്ച് ഫ്രഷായി താഴേക്ക് ചെന്നു. അവിടെ എല്ലാവരും കല്യാണത്തിൻ്റെ ചർച്ചയിലാണ്. അവളും അവളുടെ കൂടെ ഇരുന്നു. പിള്ളേർ കിടന്നോ ചെറിയമ്മേ? അല്ലി ചോദിച്ചു. അവന്മാർ നേരത്തെ കിടന്നല്ലേ. ഡ്രസ്സൊക്കെ ഇടണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. അവസാനം 2 അടി കിട്ടിയപ്പോൾ നല്ല കുട്ടികളായി ഉറങ്ങി. അങ്ങനെ കല്യാണമൊക്കെ അടുത്തല്ലേ. ഒക്കെ ഇവൻ്റുകാരെ ഏൽപ്പിച്ചതുകൊണ്ട് വലിയ ടെൻഷനില്ല, ദേവൻ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് മോളെ? ആദ്യം എന്തെങ്കിലും പറഞ്ഞോ? നന്ദിനി ചോദിച്ചു. ഇല്ല അമ്മേ, അങ്ങനെ ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഇതുവരെ. അല്ല, അവരുമായിട്ട് അങ്ങനെ നല്ലൊരു അടുപ്പം ആദിക്കില്ലല്ലോ, അതാ അമ്മ ചോദിച്ചത്. ആദിക്ക് എന്തായാലും അവരുടെ സ്വഭാവമല്ല കിട്ടിയിരിക്കുന്നത്, അത് തന്നെ സമാധാനം. എനിക്കെന്തോ അവരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, ആ മാലതിയെ, നീന പറഞ്ഞു. നമ്മൾ അവരെ നോക്കണ്ടെന്നേ, ആദ്യം മാത്രം നോക്കിയാൽ മതി. പെൺകുട്ടിക്ക് ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മറ്റെന്തും തരണം ചെയ്യാൻ സാധിക്കും, അല്ലേ നീനെ? ആദ്യമോനെ എനിക്ക് വിശ്വാസമാണ്. അത് ശരിയായിടത്തി, നീനയും നന്ദിനി പറഞ്ഞ് സമ്മതിച്ചു. ഈ 2 ആഴ്ചയൊന്ന് വേഗം കഴിഞ്ഞിരുന്നെങ്കിൽ. എല്ലാവരും ഒരുപോലെ പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ആദിക്ക് നല്ല തിരക്കായിരുന്നു. കേസിൻ്റെ കാര്യത്തിന് പല സ്ഥലങ്ങളിൽ പോവേണ്ടി വന്നതുകൊണ്ട് അല്ലിയെ വിളിക്കാൻ പോലും അവന് സമയമില്ലായിരുന്നു. കാര്യം അറിയുന്നതുകൊണ്ട് അല്ലിയും ശല്യപ്പെടുത്താൻ നിന്നില്ല. പകരം എന്നും അവന് മെസ്സേജുകൾ മാത്രം അയച്ചു. അല്ലിയും യോഗാഡേയുടെ പ്രോഗ്രാം പ്രാക്ടീസിലായിരുന്നു. വിവാഹത്തിൻ്റെ ടൈമിൽ ലീവ് എടുക്കുമ്പോൾ ക്ലാസ് മുടങ്ങാൻ സാധ്യതയുള്ളതുകൊണ്ട് അല്ലി എക്സ്ട്രാ ടൈം എടുത്ത് എല്ലാം ചെയ്യുകയായിരുന്നു. കുറേ പേരെ ഒരേ സമയം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം ആയതിനാൽ എല്ലാവരും ഒരുപോലെ ചെയ്തില്ലെങ്കിൽ അത് അഭംഗിയാവുമായിരുന്നു. അതുകൊണ്ടാണ് അല്ലിക്ക് അത്രയും എഫേർട്ട് എടുക്കേണ്ടി വരുന്നത്. സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞാണ് അല്ലി അവളുടെ സെൻറ്ററിലേക്ക് പോയിരുന്നത്. അവിടെ വരുന്നവർക്കും പിന്നെ ദൂരെയുള്ളവർക്ക് ഓൺലൈനായും ക്ലാസ് എടുത്തിരുന്നു. ആകെ അലച്ചിലായതുകൊണ്ട് അവളൊന്ന് ക്ഷീണിച്ചു പോയി. അമ്മയുടെ കയ്യിൽ നിന്ന് അവൾക്ക് നല്ല പിണക്കവും കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവൾ കാര്യമാക്കിയില്ല. വീട്ടിലെ കല്യാണം വിളിയൊക്കെ ഒരുവിധം തീരാറായിരുന്നു. അവസാനമാണ് അവൾ സ്കൂളിൽ വിളിച്ചത്. അപ്പോഴേക്കും മിക്കവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. അവരുടെ ആ ജോഡി സ്കൂളിൽ എല്ലാവർക്കും ഇഷ്ടവുമായിരുന്നു. കല്യാണത്തിന് ഒരാഴ്ചയുള്ളപ്പോൾ അല്ലി ലീവ് എടുത്തു. അന്ന് മുതൽ പ്രാക്ടീസ് നിർത്തിവെച്ചിരുന്നു. അമ്മയുടെയും ചെറിയമ്മയുടെയും വക സൗന്ദര്യ സംരക്ഷണ പരിപാടികളൊക്കെ മുറയ്ക്ക് തന്നെ നടന്നു. ആ സമയമായപ്പോഴേക്കും ആദിയുടെ കേസും ഏകദേശം തീരാറായിരുന്നു. അല്ലിയും ആദി നേരിട്ട് കണ്ടിട്ട് ദിവസങ്ങളായിരുന്നു. പക്ഷേ ഇനി കല്യാണത്തിന് ദിവസം കണ്ടാൽ മതിയെന്ന് അല്ലി അവനോട് പറഞ്ഞു. ചെറിയൊരു നിരാശയോടെ ആണെങ്കിലും അല്ലി പറഞ്ഞത് ആദ്യം അനുസരിച്ചു. മഹേഷിനെ ക്വാർട്ടേഴ്സിലാക്കി വളരെ വൈകിയാണ് ആദ്യം അന്ന് ഫ്ലാറ്റിലേക്ക് തിരിച്ചത്. നല്ല മഴ പെയ്യുന്നതിനാൽ അവൻ പതുക്കെയാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പോഴാണ് അല്ലിയുടെ കോള് വന്നത്. പുഞ്ചിരിയോടെ അവൻ കോൾ എടുത്തു. എത്തിയോ ആദ്യേട്ടാ? അല്ലി ചോദിച്ചു. ഇല്ല കൃതി, ഓൺ ദ വേ ആണ്. അവിടെ മഴയുണ്ടോ? ഇവിടെ വൈകിട്ട് തുടങ്ങിയ മഴയാണ്, അല്ലി പറഞ്ഞു. ആടോ, നല്ല മഴയാ. ഇന്ന് വീട്ടിലേക്ക് പോകാനിരുന്നതാണ്.
പക്ഷേ മഴ കണ്ടപ്പോൾ പിന്നെ മടിയായി. അതാ ഫ്ലാറ്റിലേക്ക് തിരിച്ചു. ആണോ? എങ്കിൽ ഞാൻ വച്ചേക്കാം. ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുക. എനിക്കൊന്ന് വിളിക്കണം കേട്ടോ, അല്ലി അവനോട് കരുതലോടെ പറഞ്ഞു. ആദ്യം സമ്മതിച്ചു. അല്ലി ഫോൺ വെച്ചതും ആദ്യ വണ്ടിയുടെ സ്പീഡ് കൂട്ടി. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും റോഡിൽ കുറച്ച് ജീപ്പുകൾ നിരത്തി റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നു. അത് കണ്ടതും ആദ്യക്ക് മഹേഷ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് ഓർമ്മ വന്നു. അവൻ മഹേഷിൻ്റെ നമ്പറിലേക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്തു. എന്നിട്ട് അവനെ കോൾ ചെയ്തിട്ട് ഫോൺ വണ്ടിയിൽ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ജീപ്പിലിരുന്നവന്മാരും ആദ്യം കണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. ഏമാനെ വീട്ടിൽ പോകണമായിരിക്കും അല്ലേ? അവരിലൊരുത്തൻ ചോദിച്ചു. ആദ്യക്ക് അവനെ മനസ്സിലായി. അവിടുത്തെ ഫേമസ് ആയിട്ടൊരു ഗുണ്ടത്തലവൻ ഡെന്നിസ് ആയിരുന്നു അത്. എനിക്ക് വീട്ടിൽ ചെന്ന് കയറണമെന്ന് ഒരു നിർബന്ധവുമില്ല ഡെന്നിസേ. തിരികെ ചെന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല, ആദ്യം പറഞ്ഞു. പക്ഷേ ആ നിമിഷം അവൻ അല്ലിയെ ഓർമ്മ വന്നു. തലയൊന്ന് കുടഞ്ഞ് അവൻ ആ ചിന്തയെ അകറ്റി. തോമസ് സാറിൻ്റെ വഴിയിൽ തടസ്സമാവരുതെന്ന് പലവട്ടം സാർ വാണിംഗ് തന്നതല്ലേ? അത് ഈ IPSന് മനസ്സിലാകത്തെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ വേറെ ഒരു വഴിയില്ലാഞ്ഞിട്ടല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അയാൾ ചോദിച്ചു. ഞാൻ എപ്പോഴും റെഡിയാണ് ഡെന്നിസേ, ആദ്യം പറഞ്ഞു. കൊല്ലട ഇവനെ, ഡെന്നിസ് അലറിയതും എല്ലാവരും ആദിയുടെ അടുത്തേക്ക് പാഞ്ഞു. ആദ്യം ഒട്ടും വിട്ടുകൊടുത്തില്ല. അവൻ നേരെ വരുന്നവരെ അവൻ്റെ കൈക്കരുത്ത് അറിയിച്ചു. അവൻ ഒരാളും അപ്പുറത്തെ 10-20ഓളം ആളുകളും. എത്ര നേരം അവൻ പിടിച്ചു നിൽക്കുമെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. പറ്റുന്നത്ര പോവട്ടെ എന്ന് അവൻ ഓർത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആദ്യം തളരാൻ തുടങ്ങി. അവൻ ആ ഗുണ്ടകളുടെ നേതാവിനെ പിടിച്ചു നിർത്തി ഇടിക്കാൻ തുടങ്ങി. പക്ഷെ ആ സമയം പുറകിൽ നിന്ന് വരുന്ന ചതി അവൻ അറിഞ്ഞതേയില്ല. അവന്മാരിൽ ഒരുത്തൻ ആദ്യയുടെ നേർക്ക് ഓടി വന്ന് പുറകിൽ നിന്ന് ആദ്യയെ പിടിച്ച് അവൻ്റെ വയറ്റിലേക്ക് കത്തി കയറ്റി. ആദ്യം തിരിഞ്ഞ് അവനെ പിടിച്ച് മാറ്റിയെങ്കിലും അടുത്ത ആളും അവനെ കുത്തിയിരുന്നു. ബോധം മറന്ന് താഴേക്ക് വീഴുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൃതി.